ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രസംഗിച്ചു. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം UDFന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. രമേശ് ചെന്നിത്തല പ്രധാനമായും പറഞ്ഞത് രാജ്യത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു ഭരണമാണ് നിലവിലുള്ളത്. നരേന്ദ്രമോദി ഭരണത്തെ വീണ്ടും അധികാരത്തിൽ എത്താതിരിക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസ് അടങ്ങുന്ന UDFന് വോട്ട് ചെയ്യണം. CPIMനെയും അദ്ദേഹം അതിരൂക്ഷമായി കടന്നാക്രമിച്ചു. CPIMനെ സംബന്ധിച്ച് അവർ കൊണ്ടു നടക്കുന്നത് ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയ ശൈലിയല്ല, അത് അവരുടേത് കൊലപാതക രാഷ്ട്രീയമാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ബെന്നി ബെഹനാനെ പോലെയുള്ളവർ വിജയിക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ UDFന് വോട്ട് ചെയ്യേണ്ടതുണ്ട്. ബെന്നി ബെഹനാൻ്റെ ശബ്ദം ലോക്സഭയിൽ മുഴങ്ങണം. അത് ചാലക്കുടിയുടെ ശബ്ദമായി മാറുമെന്നും പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് ചാലക്കുടിക്ക് സാക്ഷ്യം വഹിക്കണമെങ്കിൽ ബെന്നി ബെഹനാനെ പോലുള്ള ഒരാൾ തീർച്ചയായും മണ്ഡലത്തിൽ ജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഏതായാലും BJPയെയും CPIMനെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടേത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് 3 വർഷമായല്ലോ എന്ത് നേടി? ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനനുസരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ജോലിയല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എന്ത് ജോലിയാണുള്ളത്? ഏതെങ്കിലും ഒരു പദ്ധതി, ഏതെങ്കിലും ഒരു പരിപാടി 1000 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഗവൺമെന്റിന് മറുപടിയില്ല, ഗവൺമെന്റിന് ഒന്നും പറയാനില്ല. ഈ സർക്കാർ ജനവിരുദ്ധമായ സർക്കാരാണ്. ഈ സർക്കാർ കൊലയാളികൾക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരാണ്. ഈ സർക്കാർ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം